എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ സുഖ് ദുഃഖ് എന്നുള്ള കവിതയാണ് നമ്മൾ എടുത്തത്. സുഖവും ദുഃഖവും അല്ലേ, സുഖവും ദുഃഖവും ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് എന്ന് നമ്മൾ ഈ കവിതയിലൂടെ മനസ്സിലാക്കുകയാണ്. ഹമാരെ ജീവൻ സുഖ് ദുഃഖ് കാ സംഗം ഹേ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ഒരു വർക്ക് പഹേലിയും പിന്നെ ഒരു യുഗ്മ ശബ്ദവും, ഇങ്ങനെ രണ്ട് വർക്കുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്. അതിൽ ഈ വർഗ് പഹേലിയുടെ ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആദ്യം പറയുന്നത്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നോക്കൂ, നമ്മൾ പറഞ്ഞത് ദായിം ഓർ വലത്തോട്ട് അവർ നീച്ചയ്ക്ക് ഓർ താഴോട്ട്, ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, ഇവിടെ ഒന്നാമത്തതിന് ദായിം ഓർ വലത്തോട്ടുള്ളതിൽ ഒന്നാമത്തത് മുഖ് കാ സമാനാർത്ഥി ശബ്ദ്. മുഖ് എന്നുള്ളതിൻ്റെ അതേ അർത്ഥം എന്ന വാക്ക് കവിതയിൽ വേറൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നിൻ്റെ അവിടെ നമ്മൾ എഴുതുന്നുണ്ട് ആനൻ. അങ്ങനെ ആനൻ എന്ന് പറഞ്ഞാൽ മുഖം, കവിതയിൽ ഉപയോഗിച്ച വാക്കാണ് ആനൻ. 5, ഇനി അഞ്ചാമത് നോക്കൂ, ഇസ്ക അർത്ഥ ഹേ ആകാശ്. ഇതിൻ്റെ അർത്ഥമാകുന്നു ആകാശം. അപ്പോൾ 5 എന്നുള്ള നമ്പറിൻ്റെ നേരെ ഗഗൻ എന്നാണ് എഴുതേണ്ടത്. ഗഗൻ എന്ന് പറഞ്ഞാൽ ആകാശം. ഓക്കെ. പിന്നെ 6, സുഖ ദുഃഖ മിലൻ സെ യഹ് പരിപൂർണ്ണ ചാത്തിയ. സുഖദുഃഖങ്ങളുടെ കൂടിച്ചേരൽ കൊണ്ടാണ് ഇത് പരിപൂർണമാകുന്നത്. അപ്പോൾ 6 എന്നുള്ള നമ്പർ നേരെ എന്താണ് പരിപൂർണമാകുന്നത്? ജീവിതം, ജീവൻ. അപ്പോൾ 6ന്റെ നേരെ എഴുതണം ജീവൻ. ഓക്കെ. അടുത്തത് 9, അതായത് വലത്തോട്ടുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ, യഹ് നിരന്തർ കാ സമാനാർത്ഥി ഹേ. നിരന്തർ എന്നുള്ളതിൻ്റെ സമാനമായിട്ടുള്ള വാക്കാണ് ഇത്, നിരന്തർ. അപ്പം നിരന്തരം എന്നുള്ള ഈ കവിതയിൽ ഉപയോഗിച്ചത് എന്താ? 9ാമത്തെ നമ്പറിൻ്റെ നേരെ അവിരത്. എന്താണ്? അവിരത്. നിരന്തരമായിട്ടുള്ള സുഖം എന്നൊക്കെ അവിരത്ത് എന്നാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ വലത്തോട്ടുള്ളതിൻ്റെ ആൻസർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി നീച്ചയ്ക്കോർ താഴോട്ടുള്ള അതിൽ 2ാമത്തെ ക്വസ്റ്റ്യൻ, സഫലത പാനയ്ക്കിലെ ഇസ്കി ജരൂരത്ത്. വിജയിക്കണമെങ്കിൽ ഇതിൻ്റെ ആവശ്യകതയുണ്ട്. വിജയിക്കണമെങ്കിൽ ഇത് നിർബന്ധമായിട്ടും വേണം. അപ്പോൾ അവിടെ 2ൽ നിന്ന് താഴോട്ട് എഴുതണം മെഹനത്ത്. മെഹനത്ത് എന്ന് പറഞ്ഞാൽ അധ്വാനം, പരിശ്രമം. നമ്മൾ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പരിശ്രമിക്കണം. അതാണ് മെഹനത്ത്. ഓക്കെ. 3ാമത്തെ, മേഘക്കലിയെ ഇസ് കവിത മേ പ്രയുക്ത ശബ്ദ്. മേഘം എന്നുള്ളതിന് ഈ കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്യേതാണ്? 3ാമത്തതിൻ്റെ നേരെ താഴെ എന്താണ് എഴുതേണ്ടത്? മേഘത്തിലുള്ള 3 എന്നുള്ളതിൻ്റെ നേരെ താഴേക്ക് എഴുതണം ധൻ. ഓക്കെ, ധൻ എന്നാണ് എഴുതേണ്ടത്. ഓക്കെ. അടുത്തത് പിന്നെ 4ാമത്തത്, കവിത മേ സൻസാർ കാ പ്രതീകാത്മക ശബ്ദ്. ഈ കവിതയിൽ സൻസാർ എന്നുള്ളതിന് പ്രതീകാത്മകമായി ഉപയോഗിച്ച വാക്യേതാണ്? സൻസാർ. സൻസാർ എന്ന് പറഞ്ഞാൽ ലോകം. അപ്പോൾ 4 എൻ്റെ നമ്പറിൻ്റെ നേരെ താഴേക്ക്. അടുത്തത് 7, ഉഷ കാ അർത്ഥ്. ഉഷ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? 7ന്റെ നേരെ താഴേക്ക് എഴുതിക്കണം. ഉഷ നമ്മൾ പറഞ്ഞു പ്രഭാത്. ഉഷ എന്ന പ്രഭാതം, രാവിലെ. അടുത്തത് 8, സുഖ് ദുഃഖ് കിസ് വിധ കി രചന. സുഖ് ദുഃഖ് എന്നുള്ളത് ഏത് ടൈപ്പിൽപ്പെട്ട രചനയാണ്? അപ്പോൾ 8 എന്നുള്ളതിൻ്റെ നേരെ കവിത. ഓക്കെ അല്ലേ? കവിത. ലാസ്റ്റ് 1, യഹ് കബി നഹീം ബോൽന ചാഹിയെ. നമ്മൾ ഒരിക്കലും ഇത് പറയാൻ പാടില്ല. യഹ്, ഇത്, കബി നഹീം ബോൽന ചാഹിയെ, ഇതൊരിക്കലും നമ്മൾ പറയാൻ പാടില്ല. ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ലാത്ത എന്താണ്? 10ന്റെ നേരെ താഴേക്ക് ഇത് 2 കള്ളിയുള്ളൂ. ജൂട്ട്. ജൂട്ട് എന്ന് പറഞ്ഞാൽ നുണ. നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്? നുണ പറയാൻ പാടില്ല. അതാണ് യഹ് കബി നഹീം ബോൽന ചാഹിയെ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ ഈ വീഡിയോയിൽ എടുക്കുന്നത് പുതിയൊരു ചാപ്റ്ററാണ്. പുതിയൊരു ചാപ്റ്റർ നമ്മൾ എടുക്കാൻ പോവാണ്. ചാപ്റ്ററിൻ്റെ പേര് പിതാ കാ പ്രായശ്ചിത്ത്. പിതാവിൻ്റെ പ്രായശ്ചിത്തം. സംസ്മരൻ. യഹ് ഏക് സംസ്മരൻ. ഇതൊരു ഓർമ്മക്കുറിപ്പാണ്. സംസ്മരൻ എന്ന് പറഞ്ഞാൽ മുന്നേ ജീവിതത്തിൽ കഴിഞ്ഞ ഒരു സംഭവമാണ്. അതിൻ്റെ ഒരു ഓർമ്മക്കുറിപ്പാണ് പിതാ കാ പ്രായശ്ചിത്ത് എന്ന് പറഞ്ഞ ഈ പാഠഭാഗം. അതായത് അരുൺ ഗാന്ധിയാണ് ഈ സംസ്മരൻ എഴുതിയിട്ടുള്ളത്. ആരാണ് അരുൺ ഗാന്ധി? മണിലാൽ ഗാന്ധിയുടെ മകനും മഹാത്മാഗാന്ധിയുടെ ചെറുമകനുമാണ് ആര്? അരുൺ ഗാന്ധി. ഓക്കെ. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ ചെറുമകനാണ് അരുൺ ഗാന്ധി. അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മക്കുറിപ്പാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്, പിതാ കാ പ്രായശ്ചിത്ത്. അപ്പോൾ നോക്കൂ, പേജ് നമ്പർ 33, डॉक्टर अरुण गांधी मणिलाल गांधी के बेटे और महात्मा गांधी के पोते.
ഇവിടെ ഡോക്ടർ അരുൺ ഗാന്ധി മണിലാൽ ഗാന്ധിയുടെ മകനും മഹാത്മാഗാന്ധിയുടെ ചെറുമകനുമാണ്. अरुण गांधी ने 30 साल तक टाइम्स ऑफ इंडिया में काम किया. അരുൺ ഗാന്ധി 30 വർഷത്തോളം ടൈംസ് ഓഫ് ഇന്ത്യയിൽ ജോലി ചെയ്തു. കാം കിയ എന്നാണ് ജോലി ചെയ്തു. ആപ്കി അനേക കിതാബേം പ്രകാശിത, അദ്ദേഹത്തിന്റെ പല പുസ്തകങ്ങളും വിപണിയിൽ ഇറങ്ങിയിട്ടുണ്ട്, പ്രകാശിക്കപ്പെട്ടിട്ടുണ്ട്. ആപ്പ് എം കെ ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് കെ സംസ്ഥാപകൻ, അദ്ദേഹം എം കെ ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകനാണ്. സംസ്ഥ അഹിംസ പർ ശോധകർത്തി, ഈ സ്ഥാപനത്തിൽ അഹിംസയുടെ ഗവേഷണം നടക്കുന്നുണ്ട്. അഹിംസയുമായി ബന്ധപ്പെട്ട ഗവേഷണം നടക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പാഠഭാഗത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നോക്കൂ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ് അദ്ദേഹം പിന്നീട് വളരെ ഒരു ഓർമ്മക്കുറിപ്പായിട്ട് അവതരിപ്പിക്കുന്നത്. പിതാക്ക പ്രായശ്ചിത്ത്. നോക്കൂ, उस समय में 16 वर्ष का था और अपने माता पिता के साथ दक्षिण अफ्रीका में डरबन से करीब 18 मील दूर एक आश्रम में रहता था. നോക്കൂ, ആ സമയത്ത് ഉസ് സമയം മേം 16 വർഷ കഥ, എനിക്ക് 16 വയസ്സായ ഒരു സമയമായിരുന്നു അന്ന്. ഈ സംഭവം നടക്കുമ്പോൾ എനിക്ക് അരുൺ ഗാന്ധി പറയുകയാണ്, എനിക്ക് 16 വയസ്സായിരുന്നു. और अपने माता पिता के साथ दक्षिण अफ्रीका में डरबन से करीब 18 मील दूर एक आश्रम में रहता है. ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിൽ നിന്നും ഏകദേശം 18 കിലോമീറ്റർ ദൂരെ വരുന്ന ആശ്രമത്തിലാണ് ഞാൻ മാതാവിൻ്റെയും പിതാവിൻ്റെയും കൂടെ താമസിച്ചിരുന്നത്. ആശ്രം കോ മേരെ ദാദാജി മഹാത്മാഗാന്ധിനെ സ്ഥാപിത് കിയതാ. ഈ ആശ്രമം എൻ്റെ മുത്തശ്ശനായിട്ടുള്ള മഹാത്മാഗാന്ധി ആയിരുന്നു സ്ഥാപിച്ചിരുന്നത്. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ആണ് ഈ ആശ്രമം സ്ഥാപിച്ചിരുന്നത്. ആശ്രം ദൂർ ദരാജ് കെ ഇലാഖോമേന്ദേ, ആശ്രമം ഒരു ഉള്ളോട്ടായി കിടക്കുന്ന പ്രദേശത്ത്, വളരെ ആളുകളൊന്നും ഇല്ലാത്ത, അയൽവാസികളൊക്കെ കുറവായിട്ടുള്ള ഒരു സ്ഥലത്ത് കിടന്നിരുന്ന ഒരു ആശ്രമമായിരുന്നു ഇത്. വഹാം ദൂർ ദൂർ തക്ക് ബസ് ഗന്നേക്കെ ഗേത്തെ, അവിടെ ഒരുപാട് വിശാലമായിട്ടുള്ള കരിമ്പിൻ്റെ പാടങ്ങൾ ഉണ്ടായിരുന്നു. കരിമ്പിൻ പാടങ്ങളുണ്ടായിരുന്നു, വിശാലമായി കിടക്കുന്ന. ഞങ്ങൾ ഈ ആശ്രമം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വിശാലമായ കരിമ്പിൻ പാടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഗന്നെ എന്ന് പറയുന്നത്. ഗന്നെ എന്ന കരിമ്പ്. ഷഹർ സെ ബഹുത് ദൂർ രഹ്നെ കെ കാരൻ വഹാ ഹമാരെ കോയി പടോസി നഹി തെ, പട്ടണത്തിൽ നിന്ന് ഒരുപാട് ദൂരമാണ് ഇപ്പുറത്ത് താമസിക്കുന്നത് കൊണ്ട് തന്നെ വഹാം ഹമാരെ കോയി പടോസി നഹി, ഞങ്ങൾക്ക് അധികം എന്തില്ലായിരുന്നു, പടോസി അയൽക്കാരുകളൊന്നും ഉണ്ടായിരുന്നു, അയൽവാസികളൊന്നും ഉണ്ടായിരുന്നില്ല. അധികം എന്ന് പറയുന്നത് വളരെ കുറവ് അയൽവാസികൾ മാത്രം ഉണ്ടായിരുന്നു, 1-2 അയൽവാസികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നെന്ന് അർത്ഥം. इसलिए मैं और मेरी 2 बहनें हमेशा शहर जाने का इंतजार में रहते. അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ 2 സഹോദരിമാരും ഹമേഷ എല്ലായ്പ്പോഴും ഷഹർ ജാനയ്ക്ക് ഇന്തസാർ മേ രഹത്തെ, പട്ടണത്തിൽ പോവാനുള്ള ഒരു വെയിറ്റിംഗിലായിരുന്നു. എപ്പോഴെങ്കിലും എന്തെങ്കിലും അവസരം കിട്ടുമ്പോൾ പട്ടണത്തിൽ പോവാൻ കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ. ഇന്തസാർ, വെയിറ്റ് ചെയ്യായിരുന്നു. ഹം ഷഹർ ജാനയ്ക്ക് ഹർ മോക്കയ്ക്ക് തലാഷ് മേലത്തെ, പട്ടണത്തിൽ പോകാൻ എന്തെങ്കിലും അവസരങ്ങളുണ്ടോ എന്ന് ഞങ്ങൾ അന്വേഷിച്ച് നടക്കും. അതായത് ഇത്രയും പട്ടണത്തിൽ നിന്ന് ഒരുപാട് കിലോമീറ്ററുകൾ ഇപ്പുറത്ത് താമസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും കാണാനൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പട്ടണത്തിൽ പോകാനുള്ള ഒരു അവസരത്തിന് വേണ്ടി ഞാനും എൻ്റെ 2 സഹോദരന്മാരും കാത്തിരിക്കുകയായിരുന്നു. ജിസ് സേ ഹം അപ്പിനെ മിത്രോം സെ മിൽ സകെ, എന്താണ് പട്ടണത്തിൽ പോയാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടുകാരെ കാണാം. അവർ സാത്ത് ഹി വഹാം കെ സിനിമ ഘർ മേ ഫിലിം ദേഖ് സകെ, അതുമാത്രമല്ല അവിടുത്തെ പട്ടണത്തിലെ തിയേറ്ററുകളിൽ പോയി സിനിമയൊക്കെ കാണാം, കൂടെ കൂട്ടുകാരെയും കാണാം. ഇതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ പ്രതീക്ഷയിലാണ് അരുൺ ഗാന്ധിയും 2 സഹോദരിമാരൊക്കെ ഇടയ്ക്ക് ഈ മോക്കെ മിൽനെ, അവസരം കിട്ടാൻ കാത്തിരിക്കും. എവിടെ പോവാൻ? ഷഹർ ജാനെ, പട്ടണത്തിൽ പോകാനുള്ള അവസരത്തിന് വേണ്ടി അവർ കാത്തിരിക്കും. ഓക്കെ. एक दिन पिताजी ने मुझसे कहा कि मैं उन्हें कार से शहर ले जाऊं. ഒരിക്കൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരിക്കൽ എൻ്റെ പിതാവ് എന്നോട് പറയുന്നത്, ഞാൻ അദ്ദേഹത്തെ കാറിൽ പട്ടണത്തിൽ കൊണ്ടുപോയി വിടണം. ഓക്കെ, ഇവിടെ നിന്ന് കാറിൽ പട്ടണത്തിൽ കൊണ്ടുപോയി വിടാൻ അദ്ദേഹം എന്നെ ഏൽപ്പിക്കാൻ. ഉൻകി വഹാം പൂരെ ദിൻ കി ഏക്ക് മീറ്റിംഗ് തീ, അദ്ദേഹത്തിന് പട്ടണത്തിൽ ആ ദിവസം മുഴുവൻ ഒരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗ് ഹാളിൽ എന്നെ കൊണ്ടുപോയി വിടണം എന്ന് പിതാവ് എന്നോട് പറയാം. മുജെ ഏസേ ഹി മോക്കയ്ക്ക് തലാഷ്, ഇങ്ങനെയുള്ള ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. അതാണ് ഏസേ ഹി മോക്കയ്ക്ക് തലാഷ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു അവസരം കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. ക്യോങ്കി മേ ഷഹർ ജാ രഹാ താ,
കാരണം എന്താ, എനിക്ക് പട്ടണത്തിൽ പോകാൻ പറ്റും. ഒന്ന്, മെനെ മുझे സാമാൻ ലാനെ കേക്ക് ലംബി ലിസ്റ്റ് ദമാതി, ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള ഒരു വലിയ ലിസ്റ്റ് തയ്യാറാക്കി. എന്തൊക്കെ സാധനം പട്ടണത്തിൽ പോകുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങാന്നുള്ള ലിസ്റ്റ് തയ്യാറാക്കി. ഷഹർ മേ മുझे പൂരാ ദിൻ ബിത്താനത, ആ ദിവസം മുഴുവൻ എനിക്ക് പട്ടണത്തിൽ നിൽക്കണം. കാരണം എന്താ, വൈകുന്നേരം വരെ പിതാവിന് മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അവിടെ വൈകുന്നേരം വരെ നിൽക്കണം. इसलिए पिताजी ने मुझसे वहाँ कई बकाया कामों को पूरा करने को कहा. അതുകൊണ്ട് തന്നെ പിതാവ് എന്നെ കുറച്ച് കാര്യങ്ങൾ, അദ്ദേഹത്തിന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ചു. പൂര കർണിക്കുക എന്നാണ്, അത് പൂർത്തിയാക്കാൻ എന്നോട് പറഞ്ഞു. അദ്ദേഹം ചില ജോലികൾ എന്നെ ഏൽപ്പിച്ചിട്ട് ഇത് വൈകുന്നേരം ആകുമ്പോഴേക്ക് പൂർത്തിയാക്കണം എന്ന് പറഞ്ഞു. ഇസ്മേം, ഈ ജോലികളിൽ കാർ കി സർവീസ് ബി ഷാമിൽ, കാർ സർവീസും കൂടി ഉൾപ്പെട്ടിരുന്നു. മറ്റ് ജോലികൾ ഏതൊക്കെയാന്ന് പറയുന്നില്ല, ഇവിടെ ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത്, കാർ സർവീസിങ്. അദ്ദേഹത്തിന് കാർ സർവീസ് കൊടുക്കണം, അതും എന്നെ ഏൽപ്പിച്ചൊരു പണിയാണ് ആ ദിവസം. ഓക്കെ, मैंने पिताजी को मीटिंग की जगह पर छोड़ा तो उन्होंने मुझे 5 बजे वहीं आ जाने को कहा. ഞാൻ പിതാവിനെ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഇറക്കിയ സമയത്ത് ഉനോനെ മുझे 5 ബജെ വഹിം ആ ജാനെ को कहा, അദ്ദേഹം എന്നോട് പറഞ്ഞു വൈകുന്നേരം 5 മണിയാകുമ്പോഴേക്ക് ഇവിടെ എത്തണം, കറക്റ്റ് 5 മണിക്ക് ഈ മീറ്റിംഗ് സ്ഥലത്ത് എത്തണം എന്ന് എന്നോട് പറഞ്ഞു. बताए गए कामों को फटाफट निपटाने के बाद मैं झट से सिनेमाघर में घुस गया. എന്നെ ഏൽപ്പിച്ച, അതാണ് ബത്തായ ഗയ, എന്നോട് പറഞ്ഞ കാമോങ്കോ ജോലികളെ ഫട്ടാഫട്ട് നിപ്പട്ടനാക്കെ ബാദ്, പെട്ടെന്ന്, അതാണ് വളരെ പെട്ടെന്ന് ഞാൻ ചെയ്ത്, അതിനുശേഷം എന്നെ ഏൽപ്പിച്ച പണിയൊക്കെ ഞാൻ വളരെ പെട്ടെന്ന് ചെയ്തു. അതിനുശേഷം मैं झट से, ഞാൻ വളരെ പെട്ടെന്ന് തന്നെ സിനിമാ ഘർ മേ ഘുസ് ഗയ, തിയേറ്ററിലേക്ക് പോയി. ഞാൻ അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് പോയി. वहाँ जॉन बेन की एक दिलचस्प फिल्म देखते देखते मुझे समय का बिल्कुल ध्यान नहीं रहा. അവിടെ ജോൺ ബെന്നിന്റെ ഒരു മനോഹരമായ സിനിമ കണ്ട് സമയം പോയത് ഞാൻ തീരെ ശ്രദ്ധിച്ചില്ല. കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെയാണ് ഏറ്റവും ലാസ്റ്റാണ് സിനിമക്ക് പോയത്. ആ സിനിമയിൽ അതിൻ്റെ ഭംഗിയുണ്ട്, അതിൻ്റെ ആസ്വാദനത്തിൽ കൊണ്ട് ഞാൻ സമയം മറന്ന് സിനിമ ഫുള്ള് കണ്ടു. അങ്ങനെ സമയം പോയത് ഞാൻ തീരെ ശ്രദ്ധിച്ചില്ല. ബിൽക്കുൽ ധ്യാൻ നഹീ രഹാ, അത് ശ്രദ്ധിക്കാൻ പറ്റില്ല. ഔർ ജബ് ധ്യാൻ ആയ, പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്ന സമയത്ത് തബ് തക് ഷാം കെ 5:30 ബജ് ചുക്കേ थे. അപ്പോഴേക്ക് 5:30 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5:30. സാട്ടെ എന്നുള്ള സംഖ്യ, ഈ സംഖ്യയുടെ മുന്നേ വരുമ്പോൾ അത് അരയാക്കി പറയണം. അപ്പൊ 10:10 എന്ന് പറഞ്ഞാൽ 10:30. അപ്പോൾ 5:30 എന്ന് പറഞ്ഞാൽ 5:30 മണിയോടെ അടുത്തിരുന്നു ഈ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ. मैं झटपट गैरेज पहुंचा, ഞാൻ വേഗം കാർ സർവീസ് കൊടുത്ത ഗാരേജിൽ പോയി, കാർ സർവീസിന് കൊടുത്ത സ്ഥലത്ത് പോയി. वहां से कार लेकर जब मैं पिताजी के पास पहुंचा, ഞാൻ അവിടുന്ന് കാർ വേഗം എടുത്തിട്ട് നേരെ പിതാവിന്റെ മീറ്റിംഗ് നടന്ന സ്ഥലത്തേക്ക് ഓടിച്ചു പോയി. തബ് തക് ഷാം കെ 6 ബജെ ചുക്കേ थे. അപ്പോഴേക്ക് വൈകുന്നേരം 6 മണിയായിരുന്നു. പിതാവിന്റെ സ്ഥലത്ത് എത്തുമ്പോൾ എന്റെ കൃത്യസമയം 6 മണിയാണ്. പിതാവ് എന്നോട് പറഞ്ഞത് എത്ര സമയമായിരുന്നു, 5 മണിക്ക് ഇവിടെ എത്തണം എന്നാണ് പറഞ്ഞത്. പിതാജി ബേസബ്രി സെ മേരാ ഇന്തിസാർ കർ രഹേ थे. പിതാവ് അക്ഷമനായിട്ട് എന്നെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കാരണം 1 മണിക്കൂറായി അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് പറ്റിയെന്ന് അറിയില്ല അദ്ദേഹത്തിന്. ഉനോനെ ഉത്സുകതാപൂർവക പൂച്ച, അദ്ദേഹം വളരെ ആകാംക്ഷയോടെ എന്നോട് ചോദിക്കാണ്, പൂച്ച തും ലേറ്റ് ക്യോं हुई, എന്തുകൊണ്ടാണ് നീ ലേറ്റായത്, സാധാരണ രീതിയിൽ നീ എന്തുകൊണ്ടാണ് വൈകിയത് എന്നുള്ള പിതാവ് സാധാരണ രീതിയിൽ അവനോട് ചോദിക്കാം, അരുൺ ഗാന്ധിയോട് ചോദിക്കാം. उन्हें ये बताते हुए मुझे बहुत शर्म आई कि मैं ജോൺ ബെൻ की एक പശ്ചിമി ഫിലിം देख रहा था. അദ്ദേഹത്തിനോട് ഞാൻ ജോൺ ബെന്നിന്റെ ഒരു മനോഹരമായ സിനിമ കാണാൻ പോയി എന്ന് പറയാൻ എനിക്ക് ലജ്ജ തോന്നിയത് കൊണ്ട് അതെനിക്ക് അങ്ങനെ അത് പറയാൻ തോന്നിയില്ല, ലജ്ജയായി പറയാൻ. അതുകൊണ്ട് തന്നെ ഇസ്ലിയെ മേനെ കഹ് ദിയാക്കി, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് എന്താണ്, കാർ തയ്യാർ നഹീ തി ഇസ്ലിയെ മുझे വഹാൻ ദേറോഗെ, കാറ് റെഡിയാവാൻ സമയം പിടിച്ചു, അതുകൊണ്ടാണ് ഞാൻ ലേറ്റായത് എന്നൊരു നുണ ആരോട് പറഞ്ഞു, പിതാവിനോട് ഈ അരുൺ ഗാന്ധി പറഞ്ഞു. मुझे इस बात का कोई अंदाजा नहीं था कि पिताजी पहले ही गैरेज का फोन कर चुके थे और असलियत से वाकिफ थे. എനിക്ക് ഒരു ഊഹമില്ലായിരുന്നു പിതാവ് ഈ സർവീസ് സെന്ററിലേക്ക് ഫോൺ ചെയ്യുമെന്നോ കാര്യങ്ങൾ അറിയുമെന്നോ എന്ന് ഞാൻ ഒരിക്കലും ഊഹിച്ചിട്ട് പോലില്ല. അതാണ് അന്താസ, ഞാൻ അങ്ങനെ ഊഹിച്ചിട്ടില്ല. സത്യത്തിൽ അവിടെ എന്താ നടന്നത്, പിതാവ് പിന്നെ നേരെ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ കാർ സർവീസിലെ സെൻറ്ററിലേക്ക് ഫോൺ വിളിച്ചൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ കൃത്യമാക്കി മനസ്സിലാക്കി. കാരണം എപ്പോഴോ കാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ
പിന്നെ കാര്യങ്ങളുടെ നിജസ്ഥിതി പിതാവ് ആദ്യമേ മനസ്സിലാക്കിയിരുന്നു. അതാണ് അസ്ലിയത്ത് സെ വാക്കിഫ് ദേ എന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ നടന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പിതാവ് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് എന്നർത്ഥം. വേ മേരെ ഝൂട്ട് കോ ജാൻ ചുക്കിയത്, അദ്ദേഹം എന്റെ നുണ കണ്ടുപിടിച്ചു. ഞാൻ പറഞ്ഞത് നുണയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ പോലെ അദ്ദേഹം എന്നോട് പറയാണ്, ജിസ് തരഹ് സെ मैंने तुम्हें बड़ा किया, ഞാൻ നിന്നെ വളർത്തിയത്, ഞാൻ അച്ഛനായ ഞാൻ നിന്നെ വളർത്തിയാൽ ഉസ്മേ മുജ്സെ കോയി ഭാരി ചുക്കുഹി, എനിക്ക് വലിയ തെറ്റ് പറ്റിയിട്ടുണ്ട്. നിന്നെ വളർത്തിയ രീതിയിൽ എനിക്ക് വലിയ തെറ്റ് പറ്റിയിട്ടുണ്ട്. मैंने तुमसे सच बोलने का ആത്മവിശ്വാസം नहीं दिया, ഞാൻ എനിക്ക് സത്യം പറയുന്നതിനുള്ള ആത്മവിശ്വാസം തന്നിട്ടില്ല. ഏതൊരവസരത്തിലും സത്യം പറയണം എന്നുള്ളതിന് ആത്മവിശ്വാസം ഞാൻ നിനക്ക് തന്നിട്ടില്ല എന്ന് പിതാവ് ഈ അരുൺ ഗാന്ധിയോട് പറയാം. ഓക്കെ, അപ്പം നമ്മൾ അവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പിന്നെ അരുൺ ഗാന്ധിയെ കുറിച്ചിട്ട് ഈ പാഠഭാഗത്തിൽ ഇതുവരെ എടുത്ത കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ഈ പാഠഭാഗത്തിൽ വരുന്ന പ്രധാനപ്പെട്ട മീനിങ് വരുന്ന വാക്കുകളൊക്കെ, പ്രധാനപ്പെട്ട നിങ്ങൾ കേട്ട് പരിചയമില്ലാത്ത വാക്കുകളൊക്കെ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതിയെടുക്കുക. അതിനുശേഷം ഓക്കെ, അപ്പോൾ പിന്നെ ഇതുവരെ എടുത്ത പാഠഭാഗത്തു നിന്നും ഒരു 5 ക്വസ്റ്റ്യൻ നിങ്ങൾ തയ്യാറാക്കണം. ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് പിന്നെ ഇത്ര എടുത്ത ഭാഗം വരെ നിങ്ങൾ വായിച്ചിട്ട് നല്ല രീതിയിൽ വായിച്ചിട്ട് 5 ക്വസ്റ്റ്യൻ, ആൻസർ ഇല്ലാതെ 5 ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളും അതിൻ്റെ വർക്കുകളൊക്കെ ചെയ്യാം.